ലൂക്കോസ് ആണ് അപ്പോസ്തല പ്രവർത്തികൾ രചിച്ചത്. താൻ ഒരു വൈദ്യനായിരുന്നു. ലൂക്കോസ് രചിച്ച ഈ അപ്പോസ്തല പ്രവർത്തികൾ പുതിയ നിയമ ചരിത്ര പുസ്തകം തന്നെയാണ്. അതായത് ക്രിസ്തു സഭയുടെ ആരംഭത്തെയും തുടർന്നുള്ള അതിന്റെ വളർച്ചയെയും വിവരിക്കുന്നതാണ് ഈ അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ നമുക്ക് ആദിമ സഭയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിന്റെ എല്ലാ ശിഷ്യന്മാരും അല്ലെങ്കിൽ എല്ലാ അപ്പോസ്തലന്മാരിലേക്കും പൂർണ്ണ തോതിൽ ആ പുസ്തകം എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അതായത് എല്ലാ ശിഷ്യന്മാരുടെയും അവസാനം വരെയുള്ള ചരിത്രം അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ചിലരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ആരംഭം മാത്രം വിശദീകരിച്ചിട്ടുണ്ട്. മറ്റു ചിലരെ കുറിച്ച് ഒന്നും തന്നെ അതിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട ആ ചരിത്രം അല്ലെങ്കിൽ അതിന്റെ ആ അധ്യായങ്ങളും ആ വാക്യങ്ങളും ഒക്കെ നമുക്കറിയാം. അങ്ങനെ പിടിക്കപ്പെട്ട് മാനസാന്തരപ്പെടുന്ന നാൾ വരെയുള്ള കാലയളവിലെ പ്രധാന സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാന സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അത് മാത്രം ഒന്ന് വിശദീകരിച്ചതിന് ശേഷം പൗലോസിന്റെ കൂടെ സഞ്ചരിക്കുന്ന ലൂക്കോസിനെയാണ് നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതലും പിന്നീടുള്ള ആ ചരിത്രം മുഴുവൻ പൗലോസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പൗലോസിന്റെ ശുശ്രൂഷകളിലൊക്കെയാണ് ലൂക്കോസ് കൂടുതൽ സഞ്ചരിക്കുന്നതും അതുകൊണ്ട് അതാണ് കൂടുതൽ ലൂക്കോസോടെ രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം ആദിമ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഇസ്കരിയോത്ത് യൂദായ്ക്ക് പകരമായി ഒരാളെ അന്ന് സഭ തിരഞ്ഞെടുത്തു. അന്നേരം ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അതിന്റെ ആദ്യ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും ദൈവം കണ്ടിരുന്നത് പൗലോസിനെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ തുടർന്ന് വായിക്കുള്ള അപ്പോസ്തല പ്രവർത്തികൾ മുഴുവനായി വായിക്കുമ്പോൾ അതിലേക്ക് ദൈവം തിരഞ്ഞെടുത്തത് പൗലോസിനെ ആയിരുന്നു, അല്ലെങ്കിൽ ദൈവം കണ്ടിരുന്നത് പൗലോസിനെ ആയിരുന്നു എന്ന് എന്റെ തോന്നലാണ്. ഞാൻ അത് പറയുന്നുള്ളൂ. അങ്ങനെ ദൈവത്തിന്റെ ചിന്തകളൊന്നും ആ രീതിയിൽ പറയാൻ നമ്മളാണെങ്കിലും ദൈവം തിരഞ്ഞെടുത്തത് പൗലോസിനെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്തേഫാനോസിന്റെ പ്രസംഗത്തെ തുടർന്നുണ്ടായ പീഡനങ്ങളെ ദൈവരാജ്യത്തിന്റെ അനുഗ്രഹത്തിനും അല്ലെങ്കിൽ വളർച്ചയ്ക്കുമായി ദൈവം ഉപയോഗിച്ചത് നമ്മൾ കണ്ടിരുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാനായി ഈ ലോകത്തിലേക്ക് വന്ന മശിഹായെ തിരസ്കരിച്ച യഹൂദ ജനത്തിന് പകരമായി വിവിധ ജാതികളിൽ നിന്നുമുള്ളവരെ രക്ഷപ്രാപിക്കുവാൻ യോഗ്യരായി എണ്ണുവാൻ ദൈവത്തിന് പ്രസാദമായി എന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മളത് മനസ്സിലാക്കിയതാണ്. അത് സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചു മാറ്റി കാട്ടൊലിവിനെ ഒട്ടിച്ചു ചേർത്തു എന്ന വിശദീകരണത്തിലൂടെ അതിനെ ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വളരെ മനോഹരമായി തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ യഹൂദന്മാരെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷയ്ക്ക് അവരുടെ തന്നെ പഴയ നിയമ ഗ്രന്ഥങ്ങളും അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതും അവരുടെ അടുക്കിലേക്ക് വന്ന മിശിഹായുടെ വാക്കുകളും ഏറ്റവും ഒടുവിലായി ആ മിശിഹ നടത്തിയ യാഗവും മതിയായിരുന്നു യഹൂദന്മാരുടെ രക്ഷയ്ക്ക് എന്ന നിലയിൽ. എന്നാൽ പിൽക്കാലത്ത് പുതിയ ഉടമ്പടിയുടെ വിശദീകരണം എന്ന നിലയിൽ പുതിയ നിയമം എന്ന ബൈബിൾ ഭാഗം ഏറ്റവും അധികം പ്രയോജനമായി തീർന്നത് യഹൂദന്മാർക്കായിരുന്നില്ല. യഹൂദന്മാർക്ക് പുറമേയുള്ള ജാതികളായ നമുക്ക് ഓരോരുത്തർക്കുമായിരുന്നു ആ പുതിയ നിയമം എന്ന ആ ബൈബിൾ ഭാഗം ആ നിലയിൽ പ്രയോജനപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ മടങ്ങി വരുമ്പോൾ പൗലോസിന്റെ മിഷണറി യാത്രകളെ കുറിച്ച് കൂടുതലായി അപ്പോസ്തല പ്രവർത്തികൾ കാണുന്നുണ്ട്. അന്നേരം പൗലോസിന്റെ മിഷണറി യാത്രകളും താൻ നേരിടുന്ന വിചാരണകളും കഷ്ടതകളുമാണ് ലൂക്കോസ് തുടർന്ന് അപ്പോസ്തല പ്രവർത്തികളിൽ പ്രധാനമായും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് നടത്തിയ 3 മിഷണറി യാത്രകൾ ക്രിസ്തുവിന്റെ സന്ദേശം പശ്ചിമേഷ്യയിലും യൂറോപ്പിലും പിന്നീട് ലോകത്തിലെ എല്ലാ ഇടങ്ങളിലേക്കും പ്രചരിക്കുവാൻ കാരണമായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ സൺഡേ സ്കൂളിലും മറ്റു കാര്യങ്ങളിലൊക്കെ അത് പഠിക്കുന്നതാണ്. അനേകർ ഉന്നതമായ ആ ദൈവിക സങ്കല്പത്തെ ഉൾക്കൊള്ളുവാനും ക്രിസ്തു ശിഷ്യരായി മാറുവാനൊക്കെ ആ യാത്രകൾ, ആ 3 മിഷണറി യാത്രകൾ അത് കാരണമായി. പൗലോസിന്റെ ആദ്യ മിഷണറി യാത്രയിലെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ മിഷണറി യാത്രയെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും പട്ടണങ്ങളിലെ പ്രത്യേക ശുശ്രൂഷകളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് വിവരിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പട്ടണത്തിൽ ചെന്ന് ആ പട്ടണത്തിൽ ചെയ്തതായിട്ട് അങ്ങനെയൊന്നും കാണുന്നില്ല. താൻ അങ്ങ് പോകുന്നത് മുഴുവൻ സുവിശേഷം പറഞ്ഞ് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ മുഴുവനായി യാത്ര ചെയ്തു മാത്രമേ അതിനെക്കുറിച്ച് കാണുന്നുള്ളൂ. എന്നാൽ തന്റെ 2ാമത്തെയും 3ാമത്തെയും മിഷണറി യാത്രകൾ പ്രധാനമായും പട്ടണങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. വലിയ പട്ടണങ്ങളിലൊക്കെ അവിടെ വലിയ പ്രവർത്തികൾ, അവിടുത്തെ ശുശ്രൂഷകളിലും അവിടെ ഫലമുണ്ടാകുന്നതും ഒക്കെ ആണ് 2ാമത്തെ 3ാമത്തെ മിഷണറി യാത്രകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തേഫാനോസിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഒരു പട്ടണത്തിൽ നിൽക്കാൻ പറ്റാത്ത വിധം പ്രതികൂലങ്ങൾ വരുമ്പോൾ അവിടം വിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പൗലോസ് യാത്രയാകുന്നത് ഈ മിഷൻ യാത്രകളെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവിധ തരത്തിലുള്ള മാനുഷിക എതിർപ്പുകളെ ദൈവരാജ്യ വ്യാപ്തിക്കായി ദൈവം പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ മുമ്പ് ചിന്തിച്ച് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പുള്ള ആ തിരുവചന പഠനത്തിൽ നമ്മളത് കണ്ടിരുന്നതാണ്. മാനുഷിക എതിർപ്പുകൾ വരുമ്പോൾ എതിർപ്പുകൾ നേരിടുന്ന ഭക്തന്മാർ സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് എതിർക്കുന്നവർ അതിൽ ജയം കണ്ടു എന്നൊക്കെ വിചാരിക്കുമ്പോഴൊക്കെ അതിനെയൊക്കെ ദൈവനാമ അല്ലെങ്കിൽ ദൈവരാജ്യ വ്യാപ്തിക്ക് ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു
ഒരു ആ ഒരു ദൂരവ്യാപകമായ അല്ലെങ്കിൽ വലിയ ഫലമുണ്ടാക്കുന്ന വലിയ പ്രവൃത്തി ദൈവം അതിലൂടെ ചെയ്തെടുക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികളിലെ 15-ാം അധ്യായത്തിന്റെ 36 മുതൽ 18-ാം അധ്യായത്തിന്റെ 22 വരെയുള്ള ആ വാക്യങ്ങളിൽ പൗലോസിന്റെ രണ്ടാമത്തെ മിഷനയാത്ര വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതിൽ നിന്നാണ് ഇന്ന് രാത്രി സംസാരിക്കാനായിട്ട് ചില ചിന്തകൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. 17-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ പൗലോസ് തെസലോനിക്കയിൽ നിന്നും ബെരോവയിൽ നിന്നും അഥേന അല്ലെങ്കിൽ ഏഥൻസ് എന്ന് പറയുന്ന നഗരത്തിലേക്കും യാത്ര ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിന് തെസലോനിക്കയിലും ബെരോവയിലും ഉണ്ടായ പ്രതികൂലങ്ങളെ രേഖപ്പെടുത്തിയ ചില വാക്യങ്ങൾ എന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. 4-5 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവരിൽ ചിലരും ഭക്തിയുള്ള, തെസലോനിക്കയിൽ സംഭവിക്കുന്നതാണ്, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകൾ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ സംഭവങ്ങളൊക്കെ കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊക്കെ അങ്ങനെ ഒരു എതിർപ്പുകൾ അവിടെ ഉണ്ടായി. അതിന്റെ 10-ാം വാക്യത്തിൽ തുടർന്ന് പറയാണ്: സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി എന്നാണ് കാണുന്നത്. 10-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ബെരോവയിലും അവർ ശുശ്രൂഷിച്ചു. ആ ഒരു എതിർപ്പിനെ തുടർന്നാണ് തെസലോനിക്കയിൽ നിന്ന് ബെരോവയിലേക്ക് പൗലോസും ശീലാസും അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്നത്. അവർ അവിടെ എത്തി, അവിടെയും ശുശ്രൂഷ ചെയ്തപ്പോൾ അനേകർ കർത്താവിനെ അനുസരിക്കുകയും അവിടെയും ബെരോവയിലെ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള അവരെ പ്രശംസിച്ച് പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അവർ തിരുവചനം പരിശോധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് കാണുന്നത്. അതിന്റെ 13-ാമത്തെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: പൗലോസ് ബെരോവയിലും ദൈവവചനം അറിയിച്ചത് തെസലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു. ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്ര തീരത്തേക്ക് പറഞ്ഞയച്ചു. ശീലാസും തിമോത്തിയോസും അവിടെ തന്നെ പാർത്തു. പൗലോസിനോടുകൂടെ വഴിത്തുണ പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി. ശീലാസും തിമോത്തിയോസും കഴിയുന്ന വേഗത്തിൽ തന്റെ അടുക്കൽ വരയണമെന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു. അന്നേരം പൗലോസിനെ തന്നെ അവരെന്ത് ചെയ്തു? നേരെ അഥേനയിലേക്ക്, ഇന്ന് നമ്മൾ അറിയുന്ന ഗ്രീക്കിന്റെ തലസ്ഥാനമായ ഏഥൻസിലെ അവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുക, അല്ലെങ്കിൽ അവിടെ കൊണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പൗലോസ് അവിടെ ശീലാസിനെ തിമോത്തിയോസിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ കാത്തിരിക്കുന്ന സമയത്ത് താൻ അവിടെ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, യൂറോപ്പിലെ ഏറ്റവും വലുതെന്ന് പറയാവുന്ന ഒരു പട്ടണമായിരുന്നു അഥേന ആ കാലത്ത്. അല്ലെങ്കിൽ ആ വലിയ പട്ടണത്തിൽ നടക്കുന്ന ആ ശുശ്രൂഷകൾ, അവിടുത്തെ ചില കാര്യങ്ങൾ, അതിന് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. അവിടെ ഈ ഏഥൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഥൻസിന്റെ അല്ലെങ്കിൽ അഥേനയുടെ സുവർണ കാലഘട്ടത്തിന് 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് ആ നഗരം സന്ദർശിക്കുകയും ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ മഹത്തായ ഒരു പ്രഭാഷണവും അവിടെ നടത്തുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏഥൻസ് 100 കണക്കിന് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിലിപ്പ് രാജകുമാരന്റെ കാലത്തൊക്കെ ഗ്രീസ് അവിടെയൊക്കെ വലിയ പദവികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നീട് റോമാക്കാർ കീഴടക്കിയെങ്കിലും ആ പട്ടണത്തിന്റെ മനോഹാരിതയോ ആ പട്ടണത്തിന്റെ അല്ലെങ്കിൽ ആ ഭൗതികമായ തത്വചിന്തകളുടെ കേന്ദ്രങ്ങളോ ആ പഠന കേന്ദ്രങ്ങൾക്കോ ഒന്നും ഒരു നാശം സംഭവിച്ചിരുന്നില്ല. അതൊക്കെ തുടർന്ന് അന്നും ആ മഹത്തരമായ നിലയിൽ തന്നെയായിരുന്നു ആ ഗ്രീസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏഥൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഥേന എന്ന് പറയുന്ന ആ പട്ടണം നിലനിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അന്നും ആ പുരാതന ലോകത്തിന്റെ ഭൗതിക തലസ്ഥാനം തന്നെയായിരുന്നു ആ ഏഥൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് ആ സമയത്ത് അരബയോഗ കുന്നിന്റെ മുകളിൽ വെച്ച് നടത്തിയ ആ പ്രസംഗത്തിൽ പൗലോസ് ജ്ഞാനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിന്റെ ആ പ്രസംഗത്തെ ഇകഴ്ത്തി പ്രസംഗിക്കുന്നത് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് പൗലോസ് ബുദ്ധി ഉപദേശിച്ചു, അതുകൊണ്ട് പ്രയോജനമായില്ല എന്നുള്ള നിരവധി തവണ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പലരും അങ്ങനെയുള്ള പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ പൗലോസിന് താൻ നേടിയ വിദ്യാഭ്യാസം, പൗലോസ് വലിയ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ വലിയ യോഗ്യതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. തർസോസിൽ വെച്ചും അതുപോലെ സന്നദ്ധ സംഘത്തിൽ അംഗങ്ങൾ എന്ന നിലയിലൊക്കെ വലിയ യോഗ്യതകളുള്ള മനുഷ്യനായിരുന്നു. അതിനും പൗലോസ് താൻ നേടിയ വിദ്യാഭ്യാസത്തിന് തക്കതായ ശ്രോതാക്കളെ ലഭിച്ചത് ഒരുപക്ഷെ ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതിനു മുമ്പൊക്കെ ബർബന്മാരുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ ആ നിലയിലൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ രക്താംബരം വിൽക്കുന്നവൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലയിടത്തൊക്കെയാണ് പൗലോസ് ശ്രദ്ധിച്ച മാന്യസ്ത്രീകൾ എന്നൊക്കെ ചില പദങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും തന്റെ ആ ചിന്തയിൽ അല്ലെങ്കിൽ താൻ നേടിയ ആ ഉന്നത വിദ്യാഭ്യാസത്തിന് അതിന് തക്കതായ ശ്രോതാക്കളെ ലഭിച്ചത് ഒരുപക്ഷെ ഈ പറയുന്ന അരേബ്യ കുന്നിന്റെ മുകളിൽ വരുമ്പോഴായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു.
ഇവിടെ ഏഥൻസിലെ പ്രമുഖരായ തത്വചിന്തകരുമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ് വളരെയധികം അസ്വസ്ഥനായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ആ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് മനസ്സിന് ചൂട് പിടിച്ചു എന്നുള്ള ആ പ്രസ്താവനയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ആ നിലയിൽ വളരെ അസ്വസ്ഥനായിരുന്നു. ഇവിടെ വെച്ച് പൗലോസ് സംസാരിച്ചത് പ്രധാനമായും എപ്പിക്കൂര്യരും സ്റ്റോയിക്കരും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ജ്ഞാനികൾ അല്ലെങ്കിൽ ഫിലോസഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ ആ ചർച്ചകളും ആ നിലയിൽ കാര്യങ്ങളെ പഠിച്ച് ആ നിലയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് എപ്പോഴും മുന്നോട്ട് പോകുന്ന ആ രണ്ട് കൂട്ടരോട് കൂടിയായിരുന്നു, അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തോടു കൂടിയായിരുന്നു പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. പൗലോസിന്റെ കാലത്ത് തത്വചിന്തയുടെ പ്രധാനപ്പെട്ട രണ്ട് ശാഖകളായിരുന്നു എപ്പിക്യൂരിയ അല്ലെങ്കിൽ സ്റ്റോയിക്കർ എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടം. എപ്പിക്യൂരിയർ എന്ന് പറയുമ്പോൾ BC 2-3 നൂറ്റാണ്ടുകൾ ജീവിച്ചിരിക്കുന്ന എപ്പിക്യൂറസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രീക്ക് ഫിലോസഫറുടെ അനുഗാമികളായിരുന്നു എപ്പിക്യൂരിയർ. എപ്പിക്യൂറസിന്റെ അഭിപ്രായത്തിൽ അവരുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം പരമാവധി ആനന്ദവും ഏറ്റവും കുറഞ്ഞ സങ്കടം അല്ലെങ്കിൽ വേദനയും നേടുക, എത്രയും ആനന്ദം ജീവിതത്തിൽ നേടാൻ കഴിയുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ആ എപ്പിക്യൂരിയർ, അല്ലെങ്കിൽ അതാണ് അവരുടെ തത്വചിന്തയുടെ ഏറ്റവും അടിസ്ഥാനം. എപ്പിക്യൂരിയൻ എന്ന വാക്ക് തന്നെ സുഖഭോഗവാദിയായ ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തി എപ്പിക്യൂരിയൻ ആണെന്ന് പറയുകയാണെങ്കിൽ അവൻ സുഖഭോഗം മാത്രമേ ലക്ഷ്യമാക്കുന്നുള്ളൂ, മറ്റുള്ളവരുടെ സങ്കടമോ അവന് സങ്കടം വരുത്തുന്ന ഒന്നിലേക്കും ഇടപെടാതെ അവന്റെ സുഖം മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ വലിയ ഭൗതികവാദികളായിരുന്നു. അവർ ചിന്തിച്ചിരുന്നത് ജീവിതത്തിലെ ശ്രേഷ്ഠമായ ആനന്ദം എന്നാൽ ഭൗതികമായ അല്ലെങ്കിൽ ശാരീരികമായ ആനന്ദം, അത് ആ ഒരു നിലയിൽ തന്നെയായിരുന്നു. അതിനു പകരം വേദനയില്ലാത്ത അല്ലെങ്കിൽ ഭയം, ആകുലത, മരണഭയം ഇങ്ങനെയുള്ള ഒന്നിനെ കുറിച്ച് ചിന്തിപ്പാനോ അതിന്റെ ആ തലങ്ങളിലേക്ക് ഒന്നും പോകുവാനില്ലാത്ത അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്ത ഒരു മാനസിക ആനന്ദമായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം എന്നത് ആയിരുന്നു ഈ എപ്പിക്യൂരിയൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അവരുടെ ദൈവിക ചിന്തയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ മുന്നിൽ പല ദേവന്മാരുണ്ടെങ്കിലും മനുഷ്യരുടെ കാര്യങ്ങളിൽ ഈ ദേവന്മാർക്ക് താല്പര്യമില്ലെന്നും അവർ പഠിപ്പിച്ചിരുന്നു. പൗലോസിന്റെ കാലത്ത് ഒരു ശാരീരിക സൗഖ്യത്തിലും അല്ലെങ്കിൽ ശാരീരിക സുഖം അല്ലെങ്കിൽ ലൗകിക സുഖങ്ങളിലൊക്കെ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ആത്മീക ലോകത്തിലേക്കും അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കും കാണാൻ കഴിയുന്ന ഇത് തന്നെയാണ്. സുഖജീവിതം അത് ആദ്യം വേണം, അതായത് സുഖകരമല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കി തങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുന്നതിന് മാത്രം പ്രാധാന്യം നൽകി വരുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് കാലങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ എങ്ങനെയും ആ സുഖകരമായ ജീവിതം എന്നുള്ള നിലയിലേക്ക് തന്നെ ലക്ഷ്യങ്ങൾ, ഞാൻ അത് കൂടുതൽ വിശദീകരിക്കാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ നിലയിലേക്കുള്ള ചിന്തകൾ മാത്രമാണ് ഇന്ന് ഈ കാലത്ത് ആത്മീയ ലോകത്തിലും ഭൗതിക ലോകത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്ന ഒന്നിലും അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒന്നിലും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മനസ്സ് കാണിക്കാതെ സ്വയം ആസ്വദിക്കൂ എന്ന് പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി സെന്റൻസുകളൊക്കെ ശരിയാണല്ലോ, വായിച്ചു നോക്കിയാൽ ശരിയാണല്ലോ എന്ന് തോന്നുന്നത് നമ്മളെ ആരും സഹായിക്കാനുണ്ടാകുന്നില്ല. കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ ആയുസ് തീർന്നു പോകും, കുറെ കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമായി പോകും, ഇപ്പോഴാണ് ആരോഗ്യമുള്ളപ്പോൾ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒത്തിരി കോട്ടുകളും ഒത്തിരി റൈറ്റിങ്സുകളും കഥകളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. ആ ഒരു ചിന്തകളൊക്കെ ഈ എപ്പിക്യൂരിയരുടെ ഈ പറയുന്ന അവരുടെ ചിന്താഗതികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു വിശ്വാസി തനിക്ക് ലഭിച്ച ഒരേ ഒരു ജീവിതത്തിൽ ദൈവിക പ്രസാദം നേടാൻ ആഗ്രഹിക്കുമ്പോൾ സുഖജീവിതം മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു എപ്പിക്യൂരിയൻ പറയുന്നത് തനിക്ക് ലഭിച്ച ആ ജീവിതം ഏത് വിധത്തിലും സന്തോഷകരമാക്കണം എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും സന്തോഷം കണ്ടെത്തുക, എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ആത്മാനന്ദം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അവർ കാണുന്നത്. എന്നാൽ തിരുവചനം നമ്മളെ അറിയിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇവിടെ തീരുന്നില്ല എന്നുള്ളതാണ്. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് കൊണ്ടും അതിനേക്കാളൊക്കെ ഉപരി ദൈവത്തിന് വലിയ പദ്ധതികൾ നമ്മളെ കുറിച്ച് ഉള്ളത് എന്നുള്ളത് കൊണ്ടും നാം ദൈവത്തെ അനുസരിക്കുകയും ആ പദ്ധതികളെ കുറിച്ച് ദൈവത്തിന് നമ്മെ അറിയിക്കുവാൻ, ദൈവത്തിന് നമ്മുടെ ഉള്ളങ്ങളിൽ അതിനേക്കുള്ള അറിവ് തരുവാൻ ദൈവത്തിന് പ്രസാദമായി എന്നുള്ളത് കൊണ്ടും നാം ദൈവത്തിന്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് അടുത്ത് ചെല്ലുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഈ ജീവിത ശൈലിയെ നമ്മൾ നേരിടേണ്ടത് ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിച്ച ശാശ്വത പ്രത്യാശ കൊണ്ടാണ്. ആ പ്രത്യാശ, നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ, കർത്താവ് വീണ്ടും വരുമെന്നുള്ള പ്രത്യാശ, സകലത്തിന്മേലും ദൈവം കാര്യം വിധിക്കുമെന്നുള്ള പ്രത്യാശ, അതായത് സകലത്തിന്മേലും ദൈവത്തിന് നിയന്ത്രണം അല്ലെങ്കിൽ ദൈവം എല്ലാത്തിനും ഒരു അവസാനം കൊണ്ടുവരുമെന്നുള്ള ആ പ്രത്യാശ, ഈ പ്രത്യാശയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രലോഭിപ്പിക്കുന്ന ഈ ജീവിത ശൈലിയൊക്കെ നാം നേരിടേണ്ടത്.
വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തിലും അവകാശത്തിലും പ്രത്യാശയില്ലാത്തവരും അതിൽ സംശയമുള്ളവരും ഈ ലോകത്തിന്റെ നന്മകളിൽ അധികം താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഒത്തിരി ആ നിലയിലൊക്കെ ജീവിതം നയിക്കുന്നവരെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അവർ ആത്മീയരെന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നവർ എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും അവരുടെ പ്രത്യാശയൊക്കെ ആ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ നിലയിലുള്ള പ്രത്യാശയൊന്നും അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിക്കുന്ന എല്ലാവരോടും സൗമ്യതയോടും ബഹുമാനത്തോടും കൂടി മറുപടി പറയാനും നമ്മൾ ഒരുങ്ങിയിരിക്കണം. ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആ ഒരു തയ്യാറെടുപ്പോടെ നമ്മുടെ ക്രിസ്ത്യത മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ എപ്പിക്കൂരിയരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ തത്വചിന്തകളോട് ബന്ധപ്പെടുത്തി പറയുവാനായിട്ട് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കൃപയാലുള്ള ഭാഗ്യകരമായ പ്രത്യാശ മറ്റുള്ളവർ കണ്ട് അവരും അതിനെ അവകാശിയാക്കുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇനി രണ്ടാമത് നമ്മൾ കണ്ടത് അവിടെ സ്തോയിക്കർ എന്ന് പറയുന്ന വേറൊരു കൂട്ടരാണ്. അതും BC 3-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 2-3 നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 3-4 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെനോ എന്ന വ്യക്തിയാണ് സ്തോയിക് മതത്തിന്റെ സ്ഥാപകൻ. ആ അഭിപ്രായ ആ തത്വചിന്തയുടെ സ്ഥാപകൻ. മനുഷ്യൻ പ്രകൃതിയുമായി ഇടപഴകി ജീവിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. യുക്തിചിന്തയും അതിനോട് ചേർന്ന് വരുന്ന രൂപകൽപ്പനയുമാണ് ഏറ്റവും മഹത്തരമായ കാര്യങ്ങളെന്ന് അവർ വിശ്വസിച്ചിരുന്നു. യുക്തിയോട് ചേർത്താണ് അവർ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. സ്തോയിക്കരുടെ ദൈവിക സങ്കല്പം ഇപ്രകാരമാണ്. നമ്മൾ എപ്പിക്കൂരിയുടെ ദൈവസങ്കല്പം കൊണ്ട് ദൈവന്മാരും ദേവതകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കറിയാം അവിടെ ദേവത അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ നടുക്ക് അജ്ഞാത ദേവന്റെ ഒരു വേദിക്കൽ എന്ന് പറയാം, അങ്ങനെയൊക്കെയുള്ള വിഗ്രഹങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്ത് നിൽക്കുകയാണ് അവര്. അന്നേരം ഒത്തിരി ദൈവസങ്കല്പങ്ങൾ അവരുണ്ട്. അന്നേരം എപ്പിക്കൂരർ പറയുന്നത് ഈ ദേവന്മാരൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവർക്ക് ഈ മനുഷ്യന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും സമയമില്ല, അവരതിലൊന്നും ഇടപെടുന്നില്ല എന്നാണ് എപ്പിക്കൂരർ വിശ്വസിച്ചുകൊണ്ടത്. അതുകൊണ്ട് അവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഏറ്റവും സുഖം നോക്കി അവർ അങ്ങനെ ജീവിക്കുകയായിരുന്നു. എന്നാൽ സ്തോയിക്കയുടെ ദൈവിക സങ്കല്പം ഇപ്രകാരമാണ്. ദൈവവും പ്രകൃതിയും തമ്മിൽ വേർതിരിക്കാനാവാത്ത ബന്ധത്തിലാണെന്നും ഇവ രണ്ടിൽ ഒന്നിനും മാത്രമായി നിലനിൽക്കാനാവില്ലെന്നും അവർ വിശ്വസിച്ചു. ദൈവം ലോകത്തിന്റെ ആത്മാവോ പ്രാണനോ ആണെന്ന് അവർ ചിന്തിച്ചു. ദൈവം ലോകത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ അത് രണ്ടും ഇഴപിരിക്കാനാവാത്ത രീതിയിലൊന്ന് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒന്നാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ എന്തും യുക്തിഭദ്രമായി ചിന്തിക്കുവാൻ കഴിവുള്ളവനും സ്വയം പര്യാപ്തനാണെന്നും അവർ പഠിപ്പിച്ചിരുന്നു. ഈ സ്തോയിക്കർ പഠിപ്പിച്ചിരുന്നു. ജീവിതം നല്ലതും ചീത്തയും നിറഞ്ഞതാണെന്ന് സ്തോയിക്കർ അവരുടെ ചിന്താഗതിയായിരുന്നു. ജീവിതത്തിൽ നല്ലതും ചീത്തയും നിറഞ്ഞ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ ആ നിലയിൽ അവർ അതിനെ കണ്ടിരുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന തിന്മയെ ഒഴിവാക്കാൻ ഒരു വിധത്തിലും കഴിയില്ലെന്നും അത്തരം തിന്മകളെ എന്താ പറയാ ചിരിച്ചുകൊണ്ട് നേരിടണമെന്ന് അവർ പഠിപ്പിച്ചു. അതായത് ജീവിതത്തിൽ തിന്മകൾ വരും. ആ തിന്മകൾ വരുന്ന സമയത്ത് അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്, അത് വിധിയാണ്, അത് അനുഭവിച്ച് തീർത്താലേ മതിയുള്ളൂ. പക്ഷെ അതുകൊണ്ട് അതിനെ നേരിടുക എന്നുള്ള രീതിയാണ് സ്തോയിക്കരുടെ ചിന്താഗതികൾ. അന്നേരം ഇങ്ങനെയുള്ള ഇവരുടെ ഈ തത്വചിന്തകൾ ഇങ്ങനെ പഠിക്കുമ്പോഴാണ് അതിൽ പലതും ദൈവവചനത്തോട് യോജിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള മറ്റ് ആശയ കൈമാറ്റ വേദികളിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന പല നിർവചനങ്ങളും പല ചെറുകഥകളും മോറൽ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ വായിച്ചു നോക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആശയങ്ങളൊക്കെ ഉണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്ന ചില കഥകള്, ചില കൊട്ടേഷൻസ്, ഇതൊക്കെ നമുക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ ദൈവവചനത്തിന്റെ മുമ്പാകെ എങ്ങനെയാണെന്ന് പഠിക്കുമ്പോഴാണ് അതൊക്കെ തെറ്റാണ്, അതൊന്നുമല്ല ചിന്ത. ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ ഹിതം, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി അകലെയാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ സ്തോയിക്കരുടെ കാഴ്ചപ്പാടിൽ ഭൂമിയിലെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ല. അതായത് മനുഷ്യർക്ക് കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ വന്നു വരുന്ന കഷ്ടതകളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നന്മകളെ നിയന്ത്രിക്കുവാനോ ഒന്നും കഴിയില്ല. അതൊക്കെ അങ്ങ് വന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് അവർക്ക് അല്ലെങ്കിൽ സ്തോയിക്ക ആ വിശ്വാസത്തിലുള്ളവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും അവർക്ക് സംഭവിക്കും എന്നുള്ളതാണ് അവർ വിശ്വസിച്ചുകൊണ്ട്. അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭീരുക്കളാകില്ല അല്ലെങ്കിൽ ഭീരുവായി നിൽക്കില്ല. അവര് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ തലയുയർത്തി നിൽക്കുവാൻ ശ്രമിക്കും. നമ്മൾ കേൾക്കുമ്പോഴൊക്കെ നല്ല എന്താ പറയാ നല്ല കാര്യമാണല്ലോ. ഓക്കെ, എല്ലാത്തിനെയും നേരിടണം, കഷ്ടം വന്നാലും അതിനെ നേരിടണം എന്നൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. ജീവിതത്തിൽ വരുന്നതിനൊക്കെ അതിനെ സഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ലതൊക്കെ തോന്നുന്നു. ആ രീതിയിൽ അതിന്റെ കൊട്ടേഷൻസ് ഒക്കെ ആ ഭംഗിയായ രീതിയിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ
അന്നേരം അങ്ങനെ ആ നിലയിൽ നേരിടുന്ന ഒരു കൂട്ടരായിരുന്നു സ്തോയിക്കർ. അന്നേരം സ്തോയിക്കർ ദൈവീയ സാന്നിധ്യത്തെക്കുറിച്ചോ ദൈവീയ മാർഗനിർദ്ദേശത്തെക്കുറിച്ചോ യാതൊരു ബോധവുമില്ലാത്ത ആൾക്കാരായിരുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന് നേരിടുന്നതൊക്കെ ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവത്തിന് നമുക്ക് കൃപ പകരാൻ കഴിയും, അല്ലെങ്കിൽ എന്താ പറയാ, ദൈവം ആ സാഹചര്യങ്ങളെ മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസത്തിലും നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറ്റി നമ്മെ നടത്തുന്ന ഒരു ദൈവത്തിൽ ആശ്രയിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മളെ പതുക്കെ പതുക്കെ മാറ്റി നിർത്തുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന ഈ ചിന്തകളൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ സ്തോയിക്കർ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളാൽ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുന്നവരാണ്. മോശമായ കാര്യങ്ങൾ വന്നാൽ അവർ വിചാരിക്കുന്നത് അവർ ശക്തരായിരിക്കും, അത് സഹിക്കാൻ അവർക്ക് കഴിയും, അല്ലെങ്കിൽ അതിനെ നേരിടുമെന്നൊക്കെയുള്ളതാണ്. ആ നിലയിലേക്ക് അവർ ചിന്തിക്കാറുണ്ട്. നമ്മളൊരു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നാം അതിനെയൊക്കെ ജയിക്കുന്നത് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന കൃപയാലും ദൈവ ആശ്രയത്തിലുമാണെന്നുള്ളത് കാര്യം മറക്കുക. പലപ്പോഴും നമുക്ക് ഒരുപക്ഷെ ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധി കൊണ്ടൊക്കെ നമ്മൾ അതിനെ നേരിടാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ അവിടെ ഒന്നും നമ്മുടെ ദൈവാശ്രയം കുറഞ്ഞു പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള തത്വചിന്തകളിലേക്കും ഇതുപോലെയുള്ള ആശയങ്ങളിലേക്കും ഒക്കെ നാം നമ്മളെ തന്നെ വീഴ്ത്തി കളയുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ സ്തോയിക്കരെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും സ്തോയിക്കർ അത്ര നിസ്സാരന്മാരായിരുന്നില്ല. നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ലഭിക്കുന്ന ചില പ്രവൃത്തികൾക്കായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അവർ സഹിക്കാൻ തയ്യാറായിരുന്നു. ആ നിലയിൽ അവർ സമൂഹത്തിന് വളരെയധികം സംഭാവന നൽകി എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ രണ്ട് കൂട്ടരെ കുറിച്ച് പഠിച്ചു, എപ്പിക്യൂരിനെ കുറിച്ച് പഠിച്ചു, സ്തോയിക്കിനെ കുറിച്ച് പഠിച്ചു. അന്നേരം അവരുടെ ആ ഗ്രീക്ക് അല്ലെങ്കിൽ അതേനയിലെ പശ്ചാത്തലം നോക്കുമ്പോൾ നിരവധി വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഏഥൻസിനെ വിഷയം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പട്ടണം എന്നാണ് ആ 36-ാമത്തെ വാക്യത്തിൽ അവിടെ കാണാൻ കഴിയുന്നത്. അന്നേരം ഈ ദൈവത്തിലൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം ഇങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടെന്ന് അവർക്കറിയാം. പക്ഷെ ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് കരുതുന്നവരായിരുന്നു ഈ രണ്ടു കൂട്ടരും. അവർ അങ്ങനെയായിരുന്നു വിശ്വസിച്ചു പോയിരുന്നത്. ഇവിടെ ഏഥൻസിൽ ഒരു മനുഷ്യനേക്കാൾ ഒരു ദൈവത്തെ കണ്ടെത്തുന്നത് എളുപ്പമാണെന്ന പഴമക്കാർ പറയുന്നത്. അതായത് ആ നഗരം വിഗ്രഹങ്ങളാൽ നിറഞ്ഞിരുന്നു എന്നാണ്, അല്ലെങ്കിൽ അത്രമാത്രം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസ് അവിടെയുള്ള പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നിരുന്നു എന്നാണ് തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നത്. അങ്ങനെ അതേനയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്ന പൗലോസിനോട് അവിടുത്തെ തത്വജ്ഞാനികളായ എപ്പിക്കൂര്യരും സ്തോയിക്കരും തർക്കിച്ചു. ആ തർക്കത്തെ തുടർന്ന് പൗലോസ് എല്ലായിടത്തും സംസാരിച്ചു വരുന്ന ആ നവീനോപദേശം വിശദമായി കേൾക്കാൻ പൗലോസിനെ അരയോപക കുന്നിന്റെ മുകളിൽ കൊണ്ടുവന്ന ആ ഭാഗമാണ് നമുക്ക് ഇന്ന് രാത്രി നമ്മൾ കാണാൻ പോകുന്നത്. ആ പ്രസംഗത്തിൽ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രസംഗമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതേനയിൽ വിവിധ വിഗ്രഹങ്ങൾ നിറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എപ്പിക്കൂര്യരും സ്തോയിക്കരും ഉൾപ്പെടുന്ന ജനസമൂഹവും ഈ ദൈവങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിലും ചിന്താഗതിയിലും ഈ ദൈവങ്ങൾ ഒന്നും തന്നെ അവരെ സഹായിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും അവർ ആരാധിച്ചിരുന്നു. ഇനി അറിയാത്ത ഏതെങ്കിലും ദൈവമുണ്ടെങ്കിൽ അതിനും ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അജ്ഞാത ദേവനായ ഒരു വേദിക്കല്ലും അവിടെ സ്ഥാപിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളെയും നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഇതുപോലെയുള്ള ദൈവിക സങ്കല്പങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. എന്തിനാണ് ദൈവത്തെ സേവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. അതേനയിൽ പൗലോസിനെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് ഗ്രീക്കുകാരുടെ ഈ വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധന ഒരു വിധത്തിൽ അവരുടെ തത്വചിന്തയുടെ പിതാവായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലോകത്തിലെ മിക്കവാറും എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒരു ദൈവത്തെ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവരായിരിക്കാം. നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടം ഒഴിച്ച് ബാക്കി എല്ലാവരും ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു ദേവനെയോ ദൈവത്തെയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആ ദൈവസങ്കല്പത്തെ അവരുടെ ഉള്ളിൽ കൊണ്ടു നടന്ന് അതിനെ സേവിക്കുകയൊക്കെയാണ്. എന്നാൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും മനസ്സിലാക്കിയതുപോലെ ആയിരിക്കും അവരുടെ ഉള്ളിലുണ്ടാകുന്ന ദൈവീയ സങ്കല്പവും ചിന്താഗതികളും മുന്നോട്ട് പോകുന്നത്. നമുക്ക് ദൈവത്തെക്കുറിച്ച് ഉയർന്ന ധാരണയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉയർന്ന അറിവുണ്ടെങ്കിൽ, അത് ഉയർന്ന അറിവ് എന്ന് പറയുമ്പോൾ ഞാൻ ലോകപരമായ കാര്യത്തിൽ ഞാൻ വരികയാണ്, ആത്മീയവശത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉയർന്ന ധാരണയുണ്ടെങ്കിൽ, അതായത് സത്യദൈവത്തെ അറിയാമെങ്കിൽ ദൈവികവും ആത്മീയ ഉന്നമനത്തിന് സഹായകരവുമായ ഒരു തത്വചിന്ത അല്ലെങ്കിൽ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അറിവ് നമുക്കുണ്ടാകും. എന്നാൽ സത്യദൈവത്തെക്കുറിച്ചും ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള ദൈവീകതയെ പറ്റി ശരിയായ അറിവ് നമുക്കില്ലെങ്കിൽ പകരം മനുഷ്യരൂപത്തിൽ മാത്രം സൃഷ്ടിക്ക
സൃഷ്ടിക്കപ്പെട്ട ദൈവങ്ങളിലും അതുപോലെ അതത് കാലങ്ങളിലെ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ചിന്തിക്കുമെന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ആശയവും ആ തലത്തിലേക്ക് താഴുകയും ചെയ്യും. ഞാനത് പറഞ്ഞത് ഇത്രയുമാണ്. അതായത് സത്യദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള ആ അറിവിനെ കുറിച്ച് അതിനെപ്പറ്റി ശരിയായ അറിവ് നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യരൂപത്തിലുള്ള ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരൂപത്തെക്കുറിച്ചോ മൃഗങ്ങളെ കുറിച്ചുള്ള അങ്ങനെയുള്ള ആ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതുപോലെ തന്നെ അല്ലെങ്കിൽ മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോവുകയും അന്നേരം മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ചിന്ത തന്നെ ആ മനുഷ്യനെ കുറിച്ച് എന്ന നിലയിലേക്ക് താഴ്ന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ അഭിപ്രായങ്ങൾ സ്തോയിക്കരുടെയും എപ്പിക്യൂരിയന്മാരുടെ തത്വചിന്തകൾ പോലെ അധപ്പതിച്ചതും നിഷേധാത്മകവും നിരാശജനകവുമായ ചിന്തകളാണ് എന്നുള്ളത് നാം അറിയുക. അന്നേരം ലോകത്തിൽ വിവിധ ദൈവങ്ങളെ സേവിക്കുമ്പോൾ അത് ഉയർന്ന അല്ലെങ്കിൽ സകലത്തിന്റെയും ഉടയവനായ ആ സൃഷ്ടാവായ ദൈവത്തെ സേവിക്കുന്ന ആ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ആ അറിവിൽ നിന്ന് താഴെയാണെങ്കിൽ അതിന് താഴെയുള്ള എല്ലാം അതേ നിലയിൽ അധപ്പതിച്ചത് നിരാശജനകമായി മാറുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾക്ക് ശ്രേഷ്ഠമായ ഒരു ദൈവസങ്കല്പം ഉണ്ടെങ്കിൽ അവർ അതിനെ ശ്രേഷ്ഠമായി കാണുകയും കൂടുതൽ നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളത് അത് ഞാൻ ലോകപരമായ നിലയിൽ ഞാൻ പറയുകയാണ്. ഇവിടെ പൗലോസ് ഏഥൻസിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ കാഴ്ചകളെ ശരിയായി വിശകലനം ചെയ്യുകയും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന നിലയിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് അവിടെ പൗലോസ് നടത്തുന്ന ആ പ്രഭാഷണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ നിയമ ന്യായപ്രമാണം ആഴത്തിൽ പഠിച്ച് അതിനെ ആചരിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്ത പൗലോസ് പിൽക്കാലത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പകർന്നു നൽകിയ ഉന്നതമായ ആ ദൈവിക ചിന്തയെ അവർക്ക് മുന്നിൽ അവിടെ വിവരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 22 മുതൽ ആ പ്രഭാഷണം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ ആ പ്രഭാഷണത്തിൽ കാര്യമായി വിശദീകരിക്കാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുമ്പോൾ അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന സംബോധന ഉൾപ്പെട്ട ആമുഖത്തോട് പൗലോസ് ദൈവത്തെക്കുറിച്ച് 4 പ്രധാന കാര്യങ്ങൾ അവിടെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് കൺക്ലൂഡ് ചെയ്ത് മാത്രം ഞാൻ പറയുന്നു. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഇന്ന് രാത്രി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത് പൗലോസ് അവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവമാണ് എല്ലാറ്റിന്റെയും സൃഷ്ടാവ്. എപ്പിക്യൂര്യരുടെയും സ്തോയിക്കരുടെയും ചിന്താഗതികളെ നമ്മൾ കണ്ടിരുന്നു. അവർക്ക് ദൈവമുണ്ട്. ആ ദൈവം അവരെക്കാട്ടിലും താഴ്ന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിലാണെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. എന്നാൽ പൗലോസ് പറയാണ് ദൈവമാണ് എല്ലാറ്റിന്റെയും സൃഷ്ടാവ്. രണ്ടാമത് പൗലോസോട് പറയുന്നത് ദൈവമാണ് എല്ലാറ്റിന്റെയും പരിപാലകൻ. ആരുടെയും കഷ്ടതകളിലോ ആരുടെയും കാര്യങ്ങൾ അറിയാതെയോ അതിന്റെ മുന്നിൽ ഒന്നും ചെയ്യാനാവാത്ത ഒരു ദൈവത്തെ അല്ല പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്ന ദൈവവും ആ ദൈവം നമ്മളെ പരിപാലിക്കുവാൻ, ലോകത്തിലെ സകലരെയും പരിപാലിപ്പാൻ, ദൈവത്തിന്റെ ഹിതപ്രകാരം കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത് എന്നുള്ളത് ആ പൗലോസ് ആ കൂട്ടത്തോട് അന്ന് അവിടെ പറയുകയുണ്ടായി. അടുത്ത മൂന്നാമതായി പൗലോസ് പറയുന്ന സന്ദേശത്തിന്റെ കാതലായ പോയിന്റ് എന്ന് പറയുന്നത് ദൈവമാണ് എല്ലാറ്റിനെയും നിയോഗിച്ച് നിവർത്തിക്കുന്നത്. അതിന്റെ പൂർത്തീകരണത്തിൽ അതിന്റെ നിർണയത്തിൽ ദൈവത്തിന് വലിയൊരു പങ്കുണ്ട്. അല്ലെ, എല്ലാത്തിന്റെയും നിർണയത്തിൽ ദൈവമാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടെ പൗലോസാണ് പറയുന്നത്. അത് മനുഷ്യന്റെ മേൽ ശുശ്രൂഷകളെ പകർന്നു, മനുഷ്യന്റെ മേൽ നിയോഗങ്ങളെ പകർന്ന് ദൈവമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യവും പൗലോസ് തന്റെ പ്രസംഗത്തിലൂടെ പറയാണ്. അങ്ങനെ ഒരു ദൈവത്തെ അന്വേഷിക്കണമെന്നൊരു നാലാമതൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അവിടെ അവസാനിപ്പിക്കുന്നത്. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഈ ഉന്നതമായ ദൈവത്തിന്റെ ആ ഉന്നതമായ ചിന്തകളിലേക്കൊക്കെ ഭയത്തോടെ അല്പാൽപമായി കടന്നു ചെല്ലുവാൻ നമുക്കൊക്കെ അവസരം ലഭിച്ചപ്പോൾ പ്രിയമുള്ളവരെ, ഈ ദൈവമാണ് എല്ലാറ്റിന്റെയും സൃഷ്ടാവ് എന്നുള്ള സന്ദേശം നമ്മുടെ ജീവിത രീതി കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ വാക്കുകൾ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? നമ്മുടെ എല്ലാവരെയും പരിപാലിക്കുന്ന അല്ലെങ്കിൽ സകലത്തെയും പരിപാലിക്കുന്ന ആ പരിപാലകനായ ദൈവത്തെ നമ്മുടെ മനോഭാവങ്ങൾ കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുമോ? നമ്മുടെ സകലതും കർത്താവിൽ സമർപ്പിച്ച് സമാധാനമായി ഇരിക്കുന്നതിലൂടെ നമുക്ക് ആ ചിന്തകളെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷകളെ തക്ക സമയത്ത് പൂർത്തീകരിപ്പാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നുള്ളതും ഇന്ന് രാത്രിയുള്ള ഒരു ചിന്ത ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരോടും പകരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആ ഉന്നതനായ ദൈവത്തിന്റെ ചിന്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അല്പാൽപമായ വെളിപ്പാടുകൾ പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും നാം അവനെ അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ പിന്നെയും അവനെ അന്വേഷിക്കുവാൻ, മറ്റുള്ളവരെ പ്രാപ്തരാക്കുവാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഈ പറയുന്ന സന്ദേശം പൗലോസ് പറഞ്ഞ ആ സന്ദേശം കൂടുതലായി ഞാൻ വരുന്ന ആഴ്ചകളിൽ സമയം ദൈവം അനുവദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സൃഷ്ടിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ പറയുന്ന ഈ പ്രസംഗം വളരെ എന്താ പറയുക,
പറയാ പ്രശസ്തമായ ആ പ്രസംഗം അവരുടെ എല്ലാ ദൈവിക സങ്കല്പങ്ങളെയും തകർക്കുന്നതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്തോയിക്കരുടെ അല്ലെങ്കിൽ എപ്പിക്കൂര്യരുടെ ദൈവിക സങ്കല്പങ്ങൾ, അവരുടെ ജീവിത രീതി, അവരുടെ ഉള്ളിലെ തത്വചിന്തകൾ, അവർ വലുതെന്ന് കരുതിയിരുന്ന തത്വചിന്തകൾ, അവരുടെ പഠിപ്പിക്കലുകൾ, അതിനെയൊക്കെ തകർക്കുന്നതായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെ ഉൾപ്പെടെ സകലവും സൃഷ്ടിച്ച, എല്ലാ കാലത്തും തന്റെ ഭക്തന്മാരെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം ശ്രേഷ്ഠമായ നിയോഗങ്ങളെ നമുക്കായി നൽകി എപ്പോഴും നമ്മോട് കൂടിയിരിക്കുന്ന ആ ദൈവത്തെ അന്വേഷിപ്പാനും അങ്ങനെ തന്നെ മനസ്സിലാക്കി അനുഗമിപ്പാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രി ഒന്നുകൂടെ പരിശോധിക്കുവാൻ ഈ സന്ദേശം മൂലം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.